നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഹോട്ട് സീറ്റിൽ സന്തോഷ് വർക്കി അഥവാ ആറാട്ടണ്ണൻ. നമസ്കാരം, ഷോയിലേക്ക് സ്വാഗതം. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ആറാട്ടണ്ണൻ 2 വർഷങ്ങൾക്ക് മുൻപ് വരെ ആരും അറിയാത്ത ഒരാളായിരുന്നു സന്തോഷ് വർക്കി, അല്ലേ? എല്ലാം വിധിയുടെ വിളയാട്ടം. ആറാട്ടം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയതിന് ശേഷം ആറാടുകയാണെന്ന ഒരു ടാഗ് ലൈനിലൂടെ ലാലേട്ടൻ ആറാടുക എന്ന ടാഗ് ലൈനിലൂടെ വന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോ അത് മറച്ചു വെച്ചിട്ടെന്താ കാര്യം? സന്തോഷ് വർക്കി എന്നതിനേക്കാളും ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്നതാണോ താല്പര്യം? നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം, തള്ളക്ക് വിളി ഒഴിച്ച്. അതായത് ആർട്ടിസ്റ്റുകളോട്, പ്രത്യേകിച്ച് ഫീമെയിൽ ആർട്ടിസ്റ്റുകളോട് പ്രണയം തോന്നുക, അത് പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയുക, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു? അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇത് അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ടും കാണുമ്പോ ഇടിച്ചു കയറി ചെല്ലുക. അടി കിട്ടാത്ത താങ്കൾ ഇപ്പൊ കുറച്ച് ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിച്ചല്ലോ. എനിക്ക് എങ്ങനെയെങ്കിലും സിനിമയിൽ ഒന്ന് കയറി പറ്റിയാൽ മതി. ഞാൻ ധാരാളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അരിമുല്ലയ്ക്കെതിരെ രോമാഞ്ചം, നീർമാത്രം പൂത്ത പ്രേതഭൂമി, ആരടാ തെണ്ടി, മിണ്ടലട പട്ടി.